ഹലോ അസ്സലാമു ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എംബ്രോയ്ഡറി ക്ലാസ് ആയിട്ടാണ്. ഫ്രീ ഫാഷൻ ഡിസൈനിങ് കോഴ്സിലെ 26ാമത്തെ സ്റ്റിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചാണ് കേട്ടോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണത്. ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ പേരാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. അപ്പോൾ ഇതിന് മുന്നേയായിട്ട് നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. 6 ത്രെഡിൽ വെച്ചിട്ട് ചെയ്യുന്നത് തന്നെയാണ് ലോങ് ആൻഡ് ഷോർട്ട് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നുള്ളത്. അതൊരു ഔട്ട്ലൈൻ സ്റ്റിച്ചായിരുന്നു കേട്ടോ. അതായത് ബോർഡർ സ്റ്റിച്ചായിരുന്നു ഷോർട്ട് ആൻഡ് ലോങ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് എന്നുള്ളത്. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോണ ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് എന്നുള്ളത് ഡബിൾ കളർ ത്രെഡിൽ വെച്ച് ചെയ്യുന്ന ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതിൽ 2 ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തതിന് ശേഷം ആദ്യം അടിയിലേക്കുള്ള ലൈനിൽ കുത്തി ഇറക്കുക. അതിനുശേഷം സൂചി കുത്തിയെടുത്തിട്ട് മുകളിലുള്ള ലൈനിൽ കുത്തി ഇറക്കുക. അങ്ങനെ ഒന്ന് ലോങ് ആയിട്ടും ഒന്ന് ഷോർട്ടായിട്ടും ചെയ്യുന്ന സ്റ്റിച്ചാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് കേട്ടോ. പേര് പോലെ തന്നെയാണ്, ലോങ് ആയിട്ടും ചെയ്യുക അതുപോലെ ഷോർട്ടായിട്ടും ചെയ്യാം. അങ്ങനെ ചെയ്യുന്നതാണ് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച്. ഇത് ഡബിൾ കളർ ത്രെഡിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുക. എന്നാലല്ലേ നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റിച്ച് വരുമ്പോൾ അതറിയുള്ളൂ. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് നല്ല ഭംഗിയുള്ളൊരു സ്റ്റിച്ചാണ്. അപ്പോൾ കോൺട്രാസ്റ്റ് കളർ ത്രെഡ് വെച്ചിട്ട് എല്ലാവരും ചെയ്യാൻ നോക്കുക കേട്ടോ. ഇതാദ്യം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റിച്ച് ബോർഡിലാണ്. അപ്പോൾ സ്റ്റിച്ച് ബോർഡ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ള വീഡിയോ ഒക്കെ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കാണാത്തവരൊക്കെ പോയിട്ട് കാണുക. ഇതിലിപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചും ഇതിലൊന്ന് എഴുതി വെക്കും, സ്റ്റിച്ചിൻ്റെ നെയിമും അതുപോലെ ഏത് സ്റ്റിച്ചാണോ ചെയ്തത് ആ സ്റ്റിച്ചും ഒരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ഡിസൈനായിട്ട് നമ്മളിത് ചെയ്തു വെക്കും. അതിന് ശേഷം നമ്മളിത് വലിയ ഡിസൈനിൽ മോട്ടിഫിൽ ചെയ്തെടുക്കും കേട്ടോ. മോട്ടിഫും അതേപോലെ സ്റ്റിച്ച് ബോർഡൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ ഫാഷൻ ഡിസൈനിങ് ക്ലാസ് 1, 2 എന്ന് എഴുതിയിട്ട് അങ്ങനെ 25ഓളം ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും പോയിട്ട് കാണാം കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനുകൾ ഫോണിലേക്ക് എത്തുകയുള്ളൂ കേട്ടോ. ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ താല്പര്യമുള്ളവരും അതുപോലെ സ്റ്റിച്ചിങ്, എംബ്രോയ്ഡറി അങ്ങനത്തെ എല്ലാം പഠിക്കാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് പേർക്ക് ഫീസിൻ്റെ കാരണത്താലും ഫാമിലി പ്രശ്നത്താലും അങ്ങനെ ഒരുപാട് കാരണത്താൽ പുറത്ത് പോയിട്ട് പഠിക്കാനും ഒന്നും കഴിയാതെ വരും. അപ്പോൾ ഈ എംബ്രോയ്ഡറി, ആരി വർക്ക്, ബീഡ്സ് വർക്ക്, സ്റ്റിച്ചിങ് അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആരെങ്കിലും നിങ്ങളെ ഫ്രണ്ട്സോ ഫാമിലിയോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. നമ്മളിത് ഫ്രീ ആയിട്ടാണ് ഫാഷൻ ഡിസൈനിങ് പഠിപ്പിക്കുന്നത്. അപ്പോൾ എംബ്രോയ്ഡറി ക്ലാസ്സാണ് ആദ്യം ഉണ്ടായിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ 10-30 എംബ്രോയ്ഡറി ക്ലാസ്സാണ്, ബേസിക് ക്ലാസ്സാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും ആരി വർക്കും ബീഡ്സ് വർക്കും അങ്ങനെയുള്ള എല്ലാ സ്റ്റിച്ചും നമുക്ക് ഇൻഷാ അല്ലാഹ് ഓരോന്നായിട്ട് പഠിക്കാം. ഫാഷൻ ഡിസൈൻ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസും അതുപോലെ ഒരുപാട് ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്റ്റിച്ചിങ് ആയാലും എംബ്രോയ്ഡറിയിലാണെങ്കിലും ഓരോ കാര്യത്തിന് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരമായിട്ട് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫാഷൻ ഡിസൈനും പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ഇതിൻ്റെ താഴെ ഞാൻ കമൻറ്റിൽ വാട്സപ്പ് നമ്പർ ഞാൻ ടാഗ് ചെയ്തിടാം. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്തിട്ട് എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ. എന്നാൽ എല്ലാവരും ഇതുപോലെ വീഡിയോസ് കണ്ടിട്ട് നമ്മളെ ക്ലാസ്സുകൾ കൃത്യമായിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം, നിങ്ങൾക്കും വർക്ക് ചെയ്യുകയും ചെയ്യാം കേട്ടോ. മുകളിലത്തെ ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോൺട്രാസ്റ്റ് കളറായിട്ടുള്ള വേറൊരു ത്രെഡ് എടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ലോങ് ആൻഡ് ഷോർട്ട് തന്നെയാണ് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും ചെയ്യണത്. ലോങ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, മുകളിൽ ലോങ് ആയിട്ട് വരുന്ന സ്റ്റിച്ച് അവിടെ നമ്മൾ രണ്ടാമത് ചെയ്യുമ്പോൾ ഷോർട്ടായിട്ട് ചെയ്യുക. മുകളിൽ ഷോർട്ടായിട്ട് ചെയ്ത സ്റ്റിച്ചിൽ നമ്മൾ ലോങ് ആയിട്ടും ചെയ്യാം. അതായത് ഉള്ള ഇടവ് മൊത്തം നമ്മൾ തീർത്ത് കൊടുക്കുക. ഈ സ്റ്റിച്ച് കൊണ്ട് ഈ ത്രെഡ് കൊണ്ട് നമ്മൾ എവിടേക്കാണോ ഇടവുള്ളത് അവിടെയൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഈ സ്റ്റിച്ച് കിട്ടുക. ഇത് ഫ്ലവറിലൊക്കെ ചെയ്യാൻ നല്ല ഭംഗിയാണ്. കാരണം 2 ത്രെഡ് ഇങ്ങനെ കാണിക്കും. നമുക്ക് ഇങ്ങനെ ഒരു ഫ്ലവർ ഒരു ഇതൾ വരക്കുമ്പോൾ തന്നെ മുകളിൽ വേറൊരു കളറും ആയിരിക്കും, താഴെ വേറൊരു കളറും ആയിരിക്കും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ തന്നെ ഒരുപാട് ഷോർട്ട് ആക്കുന്നുണ്ട് വീഡിയോ ലാഗ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇതുപോലെ മോട്ടിഫിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വർക്ക് ചെയ്യുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു തരാം കേട്ടോ.
ഹാഫിൽ നമ്മൾ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ ഒരു ഫ്ലവറും കുറച്ച് ലീഫുമാണ് വരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം കേട്ടോ. ഇതിൽ ഞാൻ ലൈനൊന്നും വരച്ചെടുത്തിട്ടില്ല. നമുക്ക് തന്നെ ഒരു അളവ് കിട്ടും കേട്ടോ. നമ്മൾ ലൈനൊന്നും വരക്കേണ്ട ആവശ്യമില്ല. സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് കാണിച്ച് തരേണ്ടത് എന്നുള്ള രീതിയിൽ വേണ്ടിയിട്ട് നമ്മൾ ലൈന് വരച്ചതാട്ടോ. അപ്പോൾ നമ്മൾ ഡിസൈനിൽ ചെയ്യുമ്പോഴൊന്നും ലൈന് വരക്കേണ്ട ആവശ്യമില്ല. ഇത് അത്രയും സിമ്പിളായിട്ടുള്ളൊരു സ്റ്റിച്ചാണ്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ ഇതെല്ലാം മൊത്തമായിട്ടും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ ഹാഫ് ഭാഗം ഈ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ഫ്ലവറിൻ്റെ എല്ലാ ഇതളിലും ഇതുപോലെ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഒരു കളർ വെച്ചിട്ടാണ് ഞാൻ ആദ്യം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഇതളിൻ്റെ ഒരു 1/4 ഭാഗം വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 1/4 ഭാഗം കൂടെ ഉള്ളൂ. അവിടെ നമുക്ക് മറ്റുള്ള കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് കഴിയാനായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നതിൽ നോക്കാം. ഇതാ നമ്മൾ കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്.
ആദ്യം മുകളിലുള്ള ഷോർട്ടായിട്ടുള്ള സ്റ്റിച്ചിലാണെങ്കിൽ അടിയിൽ നിന്ന് മുകളിലേക്ക് ലോങ് ആയിട്ടുള്ള സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതല്ല മുകളിൽ ഷോർട്ടായിട്ട് സ്റ്റിച്ചിലിരിക്കണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ആയിട്ടുള്ള സ്റ്റിച്ചിൻ്റെ അടിയിൽ കൊടുക്കുക. അങ്ങനെ ലോങ് ആയിട്ടുള്ളതിൻ്റെ അടിയിൽ ഷോർട്ടും ഷോർട്ടായിട്ടുള്ളതിൻ്റെ അടിയിൽ ലോങ്ങും കൊടുത്തിട്ട് അങ്ങനെ ഫുള്ള് ഒരു ഔട്ട്ലൈൻ സ്റ്റിച്ച് അല്ല കേട്ടത്. ഔട്ട്ലൈൻ സ്റ്റിച്ചാണ് ഷോർട്ട് ആൻഡ് ലോങ് ആൻഡ് ബ്ലാങ്കറ്റ് സ്റ്റിച്ച്. ഇത് നമുക്ക് ഫുള്ളായിട്ട് ഫില്ലിങ് സ്റ്റിച്ചാണ്. ഫുള്ളായിട്ട് കാണുക. ഒരു ലീഫിൽ നമ്മൾ ചെയ്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ നമ്മൾ കാണില്ല. ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് കേട്ടോ. ഈ ഫ്ലവറിലെ ഇതളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിൽ നമുക്ക് കുറച്ച് ഫ്രഞ്ച് നോട്ടും ചെയ്തെടുക്കാം. ലീഫിൽ നമുക്ക് ഫിഷ് ബോൺ സ്റ്റിച്ചും ചെയ്തെടുക്കാം. പിന്നെ അതുപോലെ അതിൻ്റെ തണ്ടിൽ നമുക്ക് എന്താ ചെയ്യുക, ഒന്നല്ലെങ്കിൽ തണ്ടിൽ ചെയ്യാൻ നമുക്ക് ബാക്ക് സ്റ്റിച്ച് എടുക്കാം. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരുപാട് സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് സ്റ്റെം സ്റ്റിച്ച് അങ്ങനത്തെ ഒക്കെ നമുക്ക് തണ്ടിലായിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്തെടുക്കുന്നത് ഇതിലാകെ വന്നിട്ടുള്ളത് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ചും സെൻറ്ററിൽ ഒരു ഫ്രഞ്ച് നോട്ടും ലീഫിൽ ഫിഷ് ബോൺ സ്റ്റിച്ച് അല്ലെങ്കിൽ ലീഫ് സ്റ്റിച്ച് അങ്ങനത്തെ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതിൻ്റെ തണ്ടിൽ നമ്മൾ ബാക്ക് സ്റ്റിച്ചും ആണ് ചെയ്തെടുക്കുന്നത്. ഇനി അങ്ങനെ നമുക്ക് ഫൈനൽ ലുക്ക് കാണാം. ഇനി നമ്മളിതാ ലീഫിലാണ് ചെയ്തെടുക്കുന്നത്. അതും 6 ത്രെഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ലീഫിൻ്റെ സ്റ്റിച്ചൊക്കെ നമ്മൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു ഫില്ലിങ് സ്റ്റിച്ചാണ് കേട്ടോ ലീഫിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുക. ബോർഡർ സ്റ്റിച്ച് നമ്മൾ ചെയ്തെടുക്കുക ലീഫിൽ. പക്ഷേ അതിങ്ങനെ പുറമേ മാത്രമേ ഉണ്ടാവുക. ഉള്ളിലും കൂടെ ചെയ്യണമെങ്കിൽ നമ്മൾ ഫില്ലിങ് സ്റ്റിച്ച് എടുക്കണം. സാറ്റിൻ സ്റ്റിച്ച് അല്ലെങ്കിൽ ഫിഷ് ബോൺ സ്റ്റിച്ച്, ലീഫ് സ്റ്റിച്ച് ഇതൊക്കെ നമുക്ക് ലീഫിൻ്റെ ഉള്ളിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ലീഫ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ പിക്ചർ ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ.
ഷോർട്ട് ആൻഡ് ലോങ് സ്റ്റിച്ച് നമ്മുടെ ഡിസൈൻ ഇതാ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഫ്രഞ്ച് നോട്ടും കൂടെ ചെയ്താൽ ഇത് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സുകളിലായിട്ട് പുതിയ സ്റ്റിച്ചുകളായിട്ട് വരണ്ട കേട്ടോ. അതുവരേക്കും ബൈ. ഇനി എല്ലാവരും അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരും വർക്കൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് അയച്ചു തരാം കേട്ടോ. വാട്സപ്പ് ഗ്രൂപ്പിൽ പെട്ടെന്ന് അയച്ചു തരാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.